ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഇന്ത്യൻ സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഏഷ്യയിലെ രണ്ട് പ്രമുഖ ജനാധിപത്യ ശക്തികളായിട്ടുള്ള ഇന്ത്യയും ജപ്പാനും മുമ്പത്തേക്കാളും കൂടുതൽ പരസ്പരം അടുക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. കേവലം ഒരു സാധാരണ സൗഹൃദ സന്ദർശനത്തിനപ്പുറം ശക്തമായ പ്രതിരോധ സാമ്പത്തിക തന്ത്രങ്ങളാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി രൂപീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ജപ്പാനും ഇന്ത്യയും നാഷണൽ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നതിന് ധാരണയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡോളർ ഒഴിവാക്കിക്കൊണ്ടുള്ള വ്യാപാരം. ഏതാണ്ട് $30 ബില്യൺ അടുത്താണ് ഇരു രാജ്യങ്ങളും പരസ്പരം വ്യാപാരം ചെയ്യുന്നത്. ഇത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ജപ്പാൻ നേരിടുന്ന ഒരു പ്രശ്നം, ഡോളറിനെതിരെ ജപ്പാന്റെ കറൻസി വളരെയധികം ഇടിയുകയാണ്. ഈ 40 വർഷത്തിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ജപ്പാൻ കറൻസി ആയിട്ടുള്ള യെൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കറൻസി ആണെങ്കിലും ഡോളറിനെതിരെ ഇടിവ് നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ ഈ ഒരു ഇടിവിന് ഒരു അറുതി വരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു മാനുഫാക്ചറിംഗ് പവർ ആയിട്ട് മാറിയാൽ മാത്രമേ സാധിക്കൂ. ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ഉൽപാദനം നടന്ന് പ്രോഡക്റ്റുകൾ ലോകരാജ്യങ്ങളിലെ വിപണികളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ രൂപ കൂടുതൽ ശക്തമാവുകയുള്ളൂ. അതിന് ഇനിയും കുറച്ച് വർഷങ്ങൾ വേണ്ടിവരും. സോ രൂപയുടെ ഇടിവിനെ പിടിച്ചു നിർത്താനെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള സ്വന്തം കറൻസിയിലുള്ള വ്യാപാരങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇവിടെ ജപ്പാനും ഇന്ത്യയും ശരിക്കും ഒരേ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഡോളറിനെതിരെ രണ്ട് രാജ്യങ്ങളുടെയും കറൻസിക്ക് ഇടിവ് നേരിടുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഡോളറിലുള്ള വ്യാപാരത്തെ ഒഴിവാക്കിയിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാഷണൽ കറൻസിയിൽ വ്യാപാരം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളുടെ എക്കണോമിക്കും വളരെയധികം ഗുണമുള്ള കാര്യമാണിത്. ഇന്ത്യ ജപ്പാൻ ബന്ധം കേവലം ഈ ഒരു കറൻസിയിൽ മാത്രമോ അല്ലെങ്കിൽ വ്യാപാരത്തിൽ മാത്രമോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മറിച്ച് ഒരുപാട് വെല്ലുവിളികൾ രണ്ട് രാജ്യങ്ങളും ഒരുപോലെ നേരിടുന്നുണ്ട്. ഇന്ത്യയും ജപ്പാനും ഒരുപോലെ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി ചൈനയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിലാണ് വെല്ലുവിളിയെങ്കിൽ ജപ്പാന് കിഴക്കൻ ചൈന കടലിലെ തങ്ങളുടെ ദ്വീപുകൾക്ക് മേലുള്ള ചൈനീസ് അവകാശവാദങ്ങളാണ് തലവേദന. സമീപകാലത്ത് ജപ്പാനിലെ പ്രമുഖ പ്രതിരോധ സാങ്കേതിക കമ്പനികൾക്ക് മേൽ ചൈന ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ജപ്പാനെ കൂടുതൽ ജാഗരൂകരാക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയ്ക്കും അസംസ്കൃത വസ്തുക്കൾക്കും ഇനി ചൈനയെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല എന്ന് ജപ്പാൻ തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പസഫിക് സമുദ്രത്തിലെയും ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം ചെറുക്കാൻ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഇന്ത്യയും ജപ്പാനും മനസ്സിലാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ജപ്പാന് എല്ലായ്പ്പോഴും പിന്തുണയുമായിട്ട് അമേരിക്ക ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സഖ്യകക്ഷികൾക്ക് നേരെ ഉണ്ടാവുന്ന കടുത്ത വ്യാപാര നിയന്ത്രണങ്ങളും താരിഫ് നയങ്ങളും ജപ്പാനെയും വളരെയധികം ചിന്തിപ്പിക്കുന്നുണ്ട്. സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം അമിതമായി വിശ്വസിക്കുന്നത് അപകടകരമാണ് എന്ന് ജപ്പാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തന്ത്രപരമായ സ്വയംഭരണാവകാശമെന്ന നയത്തിലേക്ക് ജപ്പാനും ഇപ്പോൾ നീങ്ങുകയാണ്. അമേരിക്കൻ സ്വാധീന വലയത്തിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ ഏഷ്യയിൽ ശക്തമായ ഒരു മൂന്നാം ശക്തിയായിട്ട് മാറാനാണ് ജപ്പാനും ശ്രമിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വിപണിയിലെ അസ്ഥിരതകളെ മറികടക്കുന്നതിനും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ ധാരണയിലെത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി കറൻസി സ്വാപ്പ് കരാറ് കൂടുതൽ വർഷങ്ങളിലേക്ക് നീട്ടിയിട്ടുണ്ട്. ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ രണ്ട് രാജ്യങ്ങൾക്കും ഡോളറിന് പകരമായിട്ട് സ്വന്തം കറൻസികൾ കൈമാറ്റം ചെയ്യാൻ ഇത് സഹായിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, സെമി കണ്ടക്ടറുകൾ, അപൂർവ ധാതുക്കൾ എന്നിവയുടെ ഉൽപാദനത്തിനായി വലിയ തോതിലുള്ള ജാപ്പനീസ് നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ചൈനയ്ക്ക് പകരമായി ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാൻ ജപ്പാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ന് ചൈന ഒരു വലിയ മാനുഫാക്ചറിംഗ് പവറായിട്ട് വളർന്നതിൽ ആദ്യകാലങ്ങളിൽ ജപ്പാന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ജപ്പാൻ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ്സും ടെക്നോളജി ട്രാൻസ്ഫറുമാണ് ചൈനയിൽ വലിയ ഫാക്ടറികൾ ഉണ്ടാക്കുന്നതിനും മാനുഫാക്ചറിംഗ് പവറായിട്ട് വളരുന്നതിനും സഹായകരമായത്. ചൈനയിലുള്ള തൊഴിലാളികൾക്ക് പരിശീലനം പോലും കൊടുത്തത് ജപ്പാനായിരുന്നു. എന്നാൽ ആ ചൈന ഇന്ന് ജപ്പാനെ തിരിഞ്ഞുകുത്തുകയാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള കൂട്ടുകെട്ട് കേവലം ഒരു നയതന്ത്ര ബന്ധമല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ നിലനിൽപ്പിനായിട്ടുള്ള കൃത്യമായ കണക്കുകൂട്ടലുകളാണ്. ചൈനയുടെ സാമ്പത്തിക സൈനിക സമ്മർദ്ദങ്ങളും അമേരിക്കൻ നയങ്ങളിലെ മാറ്റങ്ങളും ഈ രണ്ട് ഏഷ്യൻ കരുത്തരെ കൂടുതൽ പരസ്പരം കോർത്തിണക്കുകയാണ് ചെയ്യുന്നത്. വരും ദശകങ്ങളിൽ ഇൻഡോ പസഫിക് മേഖലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ സൗഹൃദം നിർണായക പങ്കുവഹിക്കും.